മോൾട്ട് ഡസ്റ്റർ ഡീസൽ വണ്ടി. അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക് എന്ന് പറയാം. പവർ സ്റ്റിയറിംഗ് നല്ല ടൈറ്റ് ആയിരുന്നു. കസ്റ്റമർ ഓയിലിങ്ങനെ താഴേക്ക് ലീക്കായി പോകുന്നത്. അപ്പോൾ നമ്മളിതാ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലീക്കായിട്ടുണ്ട്. കേട്ടോ, സ്റ്റിയറിംഗ് പമ്പ് അയച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് പമ്പ് അയച്ചെടുത്തത് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലീക്കാണ്. മിക്കവാറും ഈ കണ്ടെയ്നറിൻ്റെ വരുന്ന ഭാഗത്തോട് ഈ താഴത്തെ ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്തായിരിക്കും ലീക്കാനുള്ള സാധ്യത. അപ്പോൾ എന്തായാലും നമ്മളിത് അയച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഓറിങ്ങൊക്കെ ഒന്ന് മാറ്റി വിടണം. മോട്ടറിൻ്റെ ഭാഗത്തേക്കൊന്നും വലിയ ലീക്ക് കാണുന്നില്ല. ഈ ഒരു ഭാഗത്തും ഈ കണ്ടെയ്നർ ജോയിൻ്റ് റിസർവ് ടാങ്ക് ജോയിൻ്റ് എന്നതും അത് ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് ലീക്കുള്ളത്. സ്റ്റിയറിംഗിൻ്റെ പമ്പ് അഴിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ വരുന്ന ഓറിങ് ഉണ്ടോ, ഇതിൻ്റെ റിസർവ് ടാങ്ക്, അത് ഈ ഒരു ഓറിങ്ങൊക്കെ ഫുള്ള് കണ്ട ബൾജായി പോയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ അടിയിൽ വരുന്നതിൻ്റെ ഓറിങ് കണ്ട ഈ ഒരു ഭാഗത്തെ എന്താ ഇവിടെ ഈ ഒരു ഓറിങ് ഫ്ലാറ്റായി പോയിട്ടുണ്ട്. കണ്ടാ ഫുൾ ഫ്ലാറ്റാണ്, പരന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ പുതിയ രണ്ട് ഓറിങ് അതേ സൈസിലുള്ള കറക്റ്റ് സൈസാണ്. രണ്ട് ഓറിങ് മാറ്റിയിട്ട് സംഭവം ശരിയാവും. ഇത് കണ്ട ഇത് കറക്റ്റ് ലെവലായിട്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടിയാണ് ലീക്കാകുന്നത്. അതുപോലെ ഈ ടാങ്കിൻ്റെയും ഇതിൻ്റെ റിസർവ് ടാങ്കിൻ്റെ ഈ ഓയിൽ ഒഴിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ, അതിൽ വരുന്ന ഓറിങ്ങാണ് ഇത്. ഈ രണ്ട് ഓറിങ്ങുകളും മാറ്റിക്കഴിഞ്ഞാൽ സംഭവം ഏകദേശം ഓക്കെ ആവും. വേറെ ലീക്കൊന്നും കാണില്ല. താഴെ അടിയിൽ മോട്ടറിലേക്ക് പിന്നെ ലീക്ക് വരാനില്ല. അത് വാൾ ബോഡിയാണ് വരുന്നത്. വാൾ ബോഡിയാണ് ഈ മോട്ടറിൻ്റെ ഡ്രൈവ് വരുന്നത്. ഇവിടെ ഈ വാൾ ബോഡീൻ്റെ കണ്ട ഇതിലേക്കാണ് ഇതിൻ്റെ ഡ്രൈവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോൺടാക്റ്റുകളുടെ ഭാഗത്തെ ഓറിങ് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അപ്പോൾ നമുക്ക് ഓറിങ് മാറ്റിയതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റിയറിങ്ങൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എയർ കളഞ്ഞിട്ടൊന്ന് കാലിബ്രേഷൻ ചെയ്തിട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് ഓയിലൊക്കെ ഒഴിച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കണ്ട സ്റ്റിയറിങ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കേട്ടോ, സ്റ്റിയറിങ് പവർ സ്റ്റിയറിങ് നല്ല സ്മൂത്തായിരുന്നു. നേരത്തെ ഫസ്റ്റ് വണ്ടി എടുക്കുന്ന സമയത്ത് ഫുള്ള് ടൈറ്റ് ആയിരുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ കട്ടായി പിടിക്കുന്നൊക്കെ ഉണ്ട്. ആ ഓയിലില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓയിൽ ലീക്കൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവിടുത്തെ കാണിച്ചു തരാം. നമ്മൾ ആ ഭാഗത്തൊക്കെ ഫുള്ള് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കേട്ടോ, ഓയിൽ പമ്പ് വരുന്ന ഭാഗത്ത്, ഓയിൽ പമ്പിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട്. അതിൽ പമ്പ് വരുന്ന ഈ ഭാഗത്തുള്ള ഈ കണ്ടെയ്നറിൻ്റെ ഓറിങ്ങും അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വാൾ ബോഡിയിലേക്ക് വരുന്ന ഓറിങ് കൂടി മാറി എല്ലാം സെറ്റാക്കിയിട്ട് വേറെ വിഷയമൊന്നും വരുന്നില്ല. വേറെ എവിടെ ലീക്കൊന്നുമില്ല. ജസ്റ്റ് എല്ലാം മൊത്തം ക്ലീനാക്കി ഓയിലൊക്കെ തുടച്ച് ക്ലീനാക്കി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്റ്റിയറിങ്ങൊക്കെ ഓക്കെയാണ്, സ്മൂത്താണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുന്നതാണ് ഈ കണ്ടെയ്നറിൻ്റെ ഓറിങ്ങും അതുപോലെ മെയിൻ കണ്ടെയ്നറിൻ്റെ ഓറിങ്ങാണ് ലീക്ക് വരിക. അപ്പോൾ നമ്മൾ അയക്കുന്ന സമയത്ത് രണ്ട് ബോൾട്ടും കൂടി ഒന്നിച്ച് വരുന്നതുകൊണ്ട് രണ്ട് ഓറിങ്ങും ഇവിടുത്തെ ഓറിങ്ങും താഴത്തെ ഓറിങ്ങും മാറ്റും.